ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും കുട്ടനാട്ടിലേക്കാണ് പോകുന്നത്. കുട്ടനാട്ടില് നമ്മുടെ കൈനകരി ജയശ്രീ അറിയാത്ത ആരും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളികളുടെ കൂട്ടത്തില്. അപ്പൊ നമ്മൾ കൈനകരിയിലേക്കാണ് പോകുന്നത്. കൈനകരി ആറ്റുമുഖം എന്ന ഷാപ്പിലേക്കാണ് പോകുന്നത്. അവിടെ നല്ല വെറൈറ്റി ഫുഡ് മീൻസ് മീൻ ഐറ്റംസ് ഒരുപാടുണ്ടെന്ന് കേട്ടു. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഏകദേശം പകുതി എത്തി. ഇനി ഒരു 14 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നി ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇവിടുന്നേ നമ്മളൊരു ഇൻട്രോ ഇട്ടത്. അതിമനോഹരമായ കാഴ്ചയല്ലേ? രണ്ട് പാടത്തിന്റെ നടുക്കൂടെ ഒരു റോഡ്, അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി വണ്ടി ഓടുമ്പോൾ. നിങ്ങൾക്കും അത് കാഴ്ചയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വിട്ടെ, ഇനി 14 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാൻ വെറുതെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി ഗൈസ്. ഇനി ഒരു 650 മീറ്റർ കൂടെ ഉള്ളൂ. ഇവിടെ കുറച്ചുകൂടെ ഹരിതാഭയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. വേനലായിട്ടും എല്ലാം കരിഞ്ഞു നിന്നിട്ടും ഇവിടെ പച്ചപ്പ് കാണാനുണ്ട്. നമ്മൾ അടുത്തോണ്ടിരിക്കുന്നു. Your destination is on the right. ഈ റൂട്ടിലാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ന്യൂയോർക്ക് സിറ്റി ഷാപ്പ് ഉള്ളത്. ചമ്പക്കുളം ഭാഗത്തൂടെ കുറച്ചുകൂടെ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഈ ആറ്റുമുഖം ഷാപ്പുള്ളത്. നമ്മൾ ഏകദേശം രാവിലെ 11 മണി സമയത്താണ് എത്തിയിട്ടുള്ളത്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. 1-2 കാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. കയറി വന്ന സമയത്ത് ഒരു ട്രാവലർ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. അങ്ങനെ ഇത്രയും മീൻ ഐറ്റംസ്, മാള, മഞ്ഞക്കുരി, വരാല്, അങ്ങനെ ഒരുപാട് മീൻ ഐറ്റംസ് ഉണ്ട്. വലിയൊരു തല, ഈ ഗംഭീര തലയെ വാങ്ങിച്ചിട്ട് നിങ്ങളെ അലക്കണം. ഇത് ചൂടപ്പീര, കായലിലെ ഞണ്ട്, താറാവ് തുടങ്ങി ചെമ്മീൻ റോസ്റ്റ്, അങ്ങനെ പല ഐറ്റംസ്, മുയല്, വായു വെള്ളം ഓടുന്നു വേസ്. അങ്ങനെ ഇത്രയും സാധനമുണ്ട്. ഒരു വെറൈറ്റി സാധനം ഇവിടെ കണ്ടു, മധുരക്കിഴങ്ങ്. അങ്ങനെ അതിവിശാലമായ ഷാപ്പാണ്. കൊള്ളാം. അവിടെ ഒരു മഹീന്ദ്ര താറ് കിടക്കുന്നു. താറിനോട് അതിയായ സ്നേഹമുണ്ട്. കള്ള് ഇല്ല ഗൈസ്, സോറി, കഞ്ഞിവെള്ളം ഇല്ല ഗൈസ്. ഫാൻ അടക്കമുള്ള ഒരു ഹട്ടാണ്. അത്യാവശ്യം 2, 4, 5, 6, 7, 8 പേർക്ക് ഈ ടേബിളിന്റെ ചുറ്റും ഇരിക്കാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഫുഡ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ഫുഡ് എത്തി. വരാല്, എന്തുവാ, കല്ല്. വരാൽ അത്യാവശ്യം വലിയൊരു വരാലാണ് കിട്ടിയത്. നമ്മുടെ കല്ലുമ്മക്കായ കിട്ടി. കോഴിക്കോട്, കാസർഗോഡ് ചെന്നപ്പോൾ ഞാൻ മിസ് ചെയ്ത ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇതായിരിക്കും. അത് കാര്യം അത്രയും ഫേമസ് ആണല്ലോ അവിടെ കല്ലുമ്മക്കായ. നമ്മുടെ നാട്ടിലും കല്ലുമ്മക്കായ നല്ലപോലെ കിട്ടും. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. പ്ലേറ്റ് കൂടെ വരാനുണ്ട്. പ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അതേ മുയല്, വരാല്, കാളാഞ്ചി, മധുരക്കിഴങ്ങ്, പിന്നെ എന്തുവായിരുന്നു, കല്ലുമ്മക്കായ, അപ്പം, ഇത്രയും സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും തുടക്കം ഞാൻ വരാലിന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു. കൊള്ളാം. നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ വരും. മധുരക്കിഴങ്ങ് സത്യത്തിൽ കുറെ ഔഷധ ഗുണമൊക്കെ ഉള്ള സംഭവമാണ്. നല്ല ഒരു സംഭവമാണ് മധുരക്കിഴങ്ങ്. നമുക്ക് മുയലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുയൽ നല്ല ചൂടുണ്ട് ഗൈസ്.
കുറച്ചുകൂടെ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. ലൈക്ക് മുയൽ നല്ല ഒരു ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷെ ഒരു ഏലക്കയുടെ ഏലക്ക സംതിങ് ഏതോ ഒരു സ്പൈസ് കൂടിയതായിട്ട് തോന്നുന്നു. മുയല് ശരിക്കും എല്ലിച്ചിരി കൂടുതലായിരിക്കും മാംസത്തെ കാട്ടി. നമ്മുടെ കാളാഞ്ചി വരട്ടെ. വരാലിനെക്കാട്ടി ഒരു പക്ഷെ കാളാഞ്ചിക്ക് ഇത്തവണ മാർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കിട്ടുക കുറച്ച് മധുരക്കിഴങ്ങും കാളാഞ്ചി കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സ്വയംഭൻ സാധനം. ഇനി നമ്മുടെ കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ നമ്മുടെ BDFന്റെ കൂട്ട് ഡ്രൈ ഫ്രൈ ആണ്. ഭയങ്കര വ്യത്യസ്തമായ ടേസ്റ്റ്. ഇത്രയും ഫ്രൈ ആയിട്ടുള്ള കല്ലുമ്മക്കായ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആ ഒരു ക്രിസ്പിനെസ്സും അതിനകത്ത് ആവശ്യത്തിനുള്ള എരിവും എല്ലാം കൂടെ കൊള്ളാം. സൂപ്പർ.